സംഘടനയും കൊട്ടാരക്കര ഫിലിം സൊസൈറ്റി വളരെ സുസജ്ജമായ സേവനങ്ങളും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു കൊട്ടാരക്കര. തുടക്കകാലങ്ങളിൽ തന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുക, സാഹിത്യ സമ്മേളനം നടത്തുക, കവിയരങ്ങൾ നടത്തുക, ടൂർണമെന്റുകൾ നടത്തുക, ആൾ കേരള ചെസ് ടൂർണമെന്റ്, ആൾ കേരള കബഡി മത്സരങ്ങൾ പോലുള്ള പരിപാടികളൊക്കെ നടത്തി ആ കേരളാവസാനം 10 ടൂർണമെന്റുകൾ 10-15 വർഷം തുടർച്ചയായി നടത്തി ഗവൺമെന്റ് ഫൈനലിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടക്കാലത്ത് അതിന്റെ സംഘാടകരായിരുന്ന നമുക്കെല്ലാം അറിയാവുന്ന ആളുകളായിരുന്നു. പ്രധാന സംഘാടകരായിരുന്ന ശ്രീ ഈരാജൻ ലക്ഷ്മണൻ, അതുപോലെ തന്നെ രാജീവൻ, അങ്ങനെ ചിലരുടെ അകറ്റടിയുണ്ടായ യോഗം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരല്ലാത്ത രീതിയിൽ അതോടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കൊട്ടാരക്കരയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിഞ്ഞെങ്കിലും നമ്മളെല്ലാം മറന്നുപോയ ഒരു വ്യക്തിത്വം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷെരീഫ് സാർ 2 സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് മിസ്റ്റർ ഷെരീഫ്. അദ്ദേഹം ഒന്ന് എഴുതിയിരുന്നാൽ കൊള്ളാം, ഒരുപാട് നാളായി കൊല്ലം കണ്ടിട്ട്. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്തെ സിനിമകളിലെ മലയാള സിനിമയെ സംബന്ധിച്ചും കൊട്ടാരക്കരയിലെ സിനിമാ ബന്ധങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഷെരീഫ് സാറിനെ ഒന്നും ഒരിക്കലും മറന്നു പോകാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ കെ.പി. കൊട്ടാരക്കരയും കൊട്ടാശ്ശേരിയും അതോടൊപ്പം തന്നെ ഭരത് മുരളിയും ഒക്കെ പറയുമ്പോഴും വിട്ടുപോയ ചില വേദികൾ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ കൂട്ടിച്ചേർത്തു. നമ്മുടെ എല്ലാം പ്രിയങ്കനായ കൊട്ടാരക്കര ബോബി, അതോടൊപ്പം തന്നെ സരസൻ കൊട്ടാരക്കര. നമുക്ക് ഈ പറയുന്ന കോമഡി സ്ക്രിപ്റ്റുകൾ ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോഴും ആദ്യകാലത്തെ കോമഡി ഇറക്കിയ ഒരു ഗ്രൂപ്പാണ് അവരെല്ലാം. അവരെല്ലാം നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ രണ്ടാമത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലില് അവരെ കൂടെ ഓർക്കുന്ന തരത്തിലുള്ള ഓവറോൾ മൊമെന്റുകൾ വിതരണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓവറോൾ ട്രോഫി അപ്പൊ എല്ലാ കാലവും ഓർക്കുന്ന തരത്തില് ഈ കൊട്ടാരക്കര ബോബിയുടെയും അതോടൊപ്പം തന്നെ സരസൻ കൊട്ടാരക്കരയുടെ ഭാര്യ അതിനാവശ്യമായിട്ടുള്ള പൈസ നമ്മുടെ സദാശിവ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വാങ്ങുന്നതായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ള രണ്ടാമത് ഫിലിം ഫെസ്റ്റിവൽ, കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ വളരെ ആർക്കും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ ജനപ്രിയമായി മാറിയ ഒരു ഫെസ്റ്റിവലായിരുന്നു. കേരളത്തിലെങ്ങാമ്പാടുമുള്ള ഈ ഷോർട്ട് ഫിലിമുകൾ അതോടൊപ്പം തന്നെ ഡോക്യുമെന്ററികളൊക്കെ വന്നപ്പോഴേ അവരാരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നമ്മുടെ ബിഗ് സ്ക്രീനിൽ നടത്തുമ്പോൾ തന്നെ അതിനൊരു വലിയ മൈലേജാണ് നമുക്ക് കിട്ടിയത്. അതിനൊരു അംഗീകാരമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചപ്പോൾ, നമ്മൾ ഈ എൻട്രികൾ സ്വീകരിച്ചപ്പോൾ 1 വർഷം ദൈർഘ്യമുള്ള എൻട്രികളാണ് നമ്മൾ സ്വീകരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയില്ല, മുൻപുള്ള ഒക്കെ എൻട്രികൾ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 34ഓളം എൻട്രികൾ നമുക്ക് ഷോർട്ട് ഫിലിമും അതോടൊപ്പം തന്നെ ഡോക്യുമെന്റും കൂടെ കാണിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സ്ക്രീൻ ചെയ്തു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൊട്ടാരക്കരയ്ക്ക് നമ്മുടെ ഒരു പൈതൃകം എന്ന തരത്തിൽ നമ്മുടെ ഈ ഫിലിം സൊസൈറ്റി ഒരു സമയത്ത് സ്തംഭിച്ചു പോയെങ്കിലും വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊട്ടാരക്കരയിലെ സിനിമയെ സ്നേഹിക്കുന്നവര്, കലയെ സ്നേഹിക്കുന്നവരുടെ ഒരു കഴിവാണ് ഇപ്പോൾ ഇത്രയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വീണ്ടും 2ാമത് ഫെസ്റ്റിവൽ. കാര്യം നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, സാമ്പത്തികമായി നമ്മുടെ നാടെല്ലാം വളരെ ശുഷ്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന സുമനസ്സുകളെ കണ്ടെത്തിയാണ് നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മീറ്റിംഗ് തീരുമാനിച്ചനുസരിച്ച് നമ്മൾ ടൗണിൽ 4-5 ബോർഡുകൾ വെച്ച് കഴിഞ്ഞു. പിന്നെ ഒരു പത്രസമ്മേളനം ഇന്ന് നടത്താനിരുന്നാണ് മാറ്റിവെച്ചു, കുറച്ചുകൂടെ ഒരാഴ്ചയോടെ കഴിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിവെച്ചിട്ടുണ്ട്.